ഫുഡിൽ ഐസ് ഇട്ടിട്ടില്ലേ? തണുപ്പ് കുറവാ, മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്റെ ഫുഡൊന്നും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് ജ്യൂസ് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. അടുക്കളയിലെ ബദാം മിൽക്ക് ഇരിപ്പുണ്ടോ നോക്ക്. അതുകൂടെ ചേർത്ത് വേണം ജ്യൂസ് റെഡിയാക്കാൻ. പിന്നെ നന്നായിട്ട് ഐസ് ഇടണം. ചെല്ല് ചെല്ലാൻ. ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീയാണെന്നല്ലേ മഹത്വം പറച്ചില്ല. കഷ്ടപ്പെടുത്തി തരാ ഞാൻ. അല്ലെങ്കിൽ വേണ്ട, തണുപ്പ് കുറവാണെന്ന് വെച്ച് കളയാനൊന്നും നിൽക്കണ്ട, ഞാൻ കുടിച്ചോളാം. അയ്യോ, കൊള്ളില്ലോ മോനെ. തിരുമേനി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാഗത്തറയിൽ നാഗദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചതാണ് അവരെ. എല്ലാം വിഘ്നങ്ങളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൂജാവേളയിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിന് ഒരു തടസ്സവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. തിരുമേനി, തെറ്റുകൾ എന്തെങ്കിലും വന്നാണെങ്കിൽ അതിന് പ്രായശ്ചിത്ത പൂജകൾ ചെയ്യണം. ആവാം. നാഗത്തിൽ നടന്നത് അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്നത് വിലക്കല്ലേ? എല്ലാം നാഗദൈവങ്ങളുടെ ഹിതമാണെന്ന് ഇനി പറയാൻ പറ്റുമോ? എന്ത് കാര്യം ചോദിക്കാനുണ്ട്? എന്റെ മൂടിന് തീ പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ചോദ്യം ചോദിക്കുവാളയാ? എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാളയാ? ഓ, പൊള്ളിയിട്ട് എനിക്ക് ബാൻഡിൽ നിൽക്കാൻ വയ്യണേ പ്ലീസ്. ഉദയ, സത്യം പറയണം. കർപ്പൂരത്തട്ടിൽ നിന്ന ഭസ്മം ആളിപ്പടർന്നത് അതിൽ ഗൺ പൗഡറിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അത് കലർത്തിയത് നീയാ. ഞാൻ ഒരു ഗൺ പൗഡർ, ഒരു കൂൺ പൗഡർ കണ്ടില്ല. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ തലയ്ക്കാണല്ലോ അത് വീഴുന്നത്. അയ്യോ അളയാ, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാ. അയ്യോ അച്ഛാ, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാ. ഉദയ, നന്ദൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഇത് എന്ത് ചോദ്യമേ? ഉദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് അമ്മയ്ക്ക് അറിയോ? ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ നിർമ്മല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഉദയത്തിന് ഇവിടെ കിടന്ന് വേദന ചാവണമെന്നാണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. നിർമ്മല, എത്രയും പെട്ടെന്ന് ആശുപത്രി പറയും. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. ഇതിന്റെ പിറകിൽ എന്താ നടന്നെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നവീനും കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? കൈ പൊള്ളിട്ടുള്ളതല്ലേ? അതൊന്നും സാരമില്ല മാഡം. ആര് ചതിച്ചതായാലും
എല്ലാം മുടങ്ങി കിട്ടുന്നുണ്ടല്ലോ. ഇനി എത്ര കാലം സഹിക്കണം മുത്തശ്ശി? നന്ദേട്ടാ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് കരുതുമ്പോഴാ പുതിയതിങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങുന്നത്. ഒരിക്കലും ഇതിനൊന്നും ഒരു അവസാനമില്ലേ? എത്ര പൂജകൾ, എത്ര വഴിപാടുകൾ, എത്ര പ്രാർത്ഥനകൾ, എന്നിട്ടും നമ്മുടെ മക്കൾക്ക് മാത്രം ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് സുമിത്രേ. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്.